പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കാവൽ കരുതൽ പദ്ധതിയുമായി കേരള പോലീസ്. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും വെള്ളിയാഴ്ച SHOയുടെ നേതൃത്വത്തിൽ നേതൃയോഗം ചേരണം. യോഗത്തിൽ ലഭിക്കുന്ന പരാതികൾ 24 മണിക്കൂറിനുള്ളിൽ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ജില്ലാ പോലീസ് മേധാവികൾക്ക് കൈമാറാനും നിർദ്ദേശം. പോലീസിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഉത്തരവിന്റെ പകർപ്പ് ജനൻ ടിവിക്ക് ലഭിച്ചു. വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ്. ശാലിനി, കേരള പോലീസിലാണ് ഇപ്പോൾ പുതിയ ഒരു തീരുമാനം വന്നിട്ടുള്ളത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പോലീസ് സ്റ്റേഷനുകളിലും പ്രത്യേക യോഗം ചേരണം. അതാത് ആഴ്ചകൾ കിട്ടിയ പരാതികൾ പരിശോധിക്കാനുള്ള ഒരു യോഗം എന്നുള്ള നിലയിലാണ് ഈ പദ്ധതിക്ക് കാവൽ കരുതൽ എന്ന് പേര് നൽകിയിരിക്കുന്നു. പോലീസിൻ്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനാണോ ഇത്തരത്തിലൊരു തീരുമാനം ഇപ്പോൾ പുറത്തു വരുന്നത്? ശാലിനി, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാവൽ കരുതൽ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട പേര്. അതിൽ വിനോദ് വ്യക്തമാക്കിയതുപോലെ തന്നെ സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കുള്ളിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷങ്ങൾ, ഒപ്പം തന്നെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ജോലി രാജിവെച്ച്, പ്രത്യേകിച്ച് ജോലിഭാരം കൂടുതലാണ് എന്ന കാരണത്താൽ അടക്കം നിരവധി ആളുകളാണ് സർവീസിൽ നിന്നും വിട്ടുപോകുന്നത്. കൂടാതെ ആത്മഹത്യകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് വ്യക്തിപരമായിട്ടും ജോലിപരമായിട്ടുമുള്ള കാരണങ്ങളാൽ ആത്മഹത്യകളുടെ എണ്ണം പെരുകുന്ന സാഹചര്യം, ഇത് ആത്മഹത്യാ കുറിപ്പിലൂടെ അടക്കം പുറത്തു വന്ന പശ്ചാത്തലം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് സംസ്ഥാന പോലീസ് അടിയന്തരമായ ഒരു പരിഹാരം എന്നോണം ഇത്തരത്തിലൊരു പദ്ധതിക്ക് രൂപം നൽകിയിട്ടുള്ളത്. കാവൽ കരുതൽ എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ പേര്. ഇതിൽ പറയുന്നത് എല്ലാ തിങ്കളാഴ്ചയും സംസ്ഥാനത്തെ പോലീസ് വെള്ളിയാഴ്ചകളിൽ പോലീസ് സ്റ്റേഷനുകളിൽ യോഗം ചേരണം. രാവിലെ 9:30 SHOയുടെ നേതൃത്വത്തിൽ ഈ യോഗം ചേരുന്നത്. ആ യോഗത്തിൽ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒപ്പം തന്നെ ഓഫീസ് സംബന്ധമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓരോ ഉദ്യോഗസ്ഥർക്കും അറിയിക്കാം. ഇതിന്റെ റിപ്പോർട്ട് നൽകിയതിന് ശേഷമായിരിക്കും ഇതിനൊരു നടപടി ഉണ്ടാവുക. വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായിട്ടോ SHOയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന പരാതികളാണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ അവിടെ തന്നെ ഇത് പരിഹരിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് ജില്ലാ പോലീസ് മേധാവിമാരുടെ നേതൃത്വത്തിലേക്ക് ഒരു 7 ദിവസത്തിനകം ഈ പ്രശ്നം പരിഹരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. അവിടെയും ഈ പ്രശ്ന പരിഹാരം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ആ പ്രശ്നം നേരെ പോകുന്നത് ADGP ലോ ആൻഡ് ഓർഡറിന്റെ അരികിലേക്കായിരിക്കും. ADGP ലോ ആൻഡ് ഓർഡറിന് മുൻപിൽ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് പരാതി നൽകാനുള്ള അനുമതി കൂടി നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു ഉത്തരവ് ഔദ്യോഗികമായി പോലീസ് ഇറക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇതിൽ പ്രധാനമായും ഒരു ഫ്രൈഡേ ബോക്സ് എന്ന രീതിയിൽ തന്നെ ഒരു സംവിധാനം കൂടി പോലീസ് സേന ഒരുക്കുകയാണ്. അതായത് ഫ്രൈഡേ ബോക്സ് എന്ന് പറയുന്നത് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് ADGP ലോ ആൻഡ് ഓർഡറുമായി ആശയവിനിമയം നടത്താം. അവരുടെ പരാതികൾ അടക്കം ഇമെയിൽ സന്ദേശത്തിലൂടെയോ വാട്സപ്പിലൂടെയോ ഫോൺ കോളിലൂടെയോ അറിയിക്കാം. അതിനൊരു പ്രശ്ന പരിഹാരം ADGPയുടെ നേതൃത്വത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ ഒരു ഫ്രൈഡേ ബോക്സ് എന്ന് പറയുന്നത്. ഇൻ പേഴ്സൺ എന്നുള്ളത് ADGP ലെവലിലേക്ക് തന്നെയുള്ളതാണ്. പരാതികൾ അറിയിക്കാനുള്ള മറ്റൊരു സംവിധാനമാണ്. അത്തരത്തിൽ സംസ്ഥാന വ്യാപകമായി നിരവധി പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്ത വാർത്തകൾ ജനം TV അടക്കം പുറത്തുവിട്ട സാഹചര്യമുണ്ട്. ഇവരുടെ ആത്മഹത്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ആത്മഹത്യകൾ വർദ്ധിക്കുന്നത് എന്നാൽ അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ ഒരു സമിതിയൊക്കെ തന്നെ രൂപീകരിച്ച പശ്ചാത്തലമുണ്ട്. ഈ സമിതിയുടെ ഒക്കെ നിർദ്ദേശാനുസരണം കൂടിയാണ് ഇത്തരത്തിലൊരു പ്രശ്ന പരിഹാരത്തിന് പോലീസ് ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇത് എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളതാണ് പോലീസ് സേനയ്ക്കുള്ളിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നിരവധി കേസുകൾ തെളിയിക്കാൻ സംസ്ഥാന പോലീസിന് പല ഘട്ടങ്ങളിലും സമയപരിധി അല്ലെങ്കിൽ സമയം തികയാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ സ്വന്തം സേനയിലെ പ്രശ്നങ്ങൾ എത്രത്തോളം ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ വെള്ളിയാഴ്ച രാവിലെ 9:00 ചേർന്ന യോഗത്തിന്റെ മിനിറ്റ്സ് വൈകുന്നേരം 4:30 അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് നൽകണം എന്നുള്ളതാണ്. എത്രത്തോളം പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇനി എന്തൊക്കെ പരിഹരിക്കാനുണ്ട്, അത് വ്യക്തിപരമാണോ അല്ലെങ്കിൽ ഓഫീസ് സംബന്ധമായ കാര്യങ്ങളാണോ എന്നതടക്കമുള്ള രേഖകൾ തയ്യാറാക്കിയുള്ള റിപ്പോർട്ടാണ് വൈകുന്നേരം 4 മണിക്ക് മുൻപ്, അതായത് തിങ്കളാഴ്ച വൈകിട്ട് 4 മണിക്ക് മുമ്പ് നൽകേണ്ടത്. അത്തരത്തിൽ പ്രശ്ന പരിഹാരം ഊർജിതമാക്കാൻ സേന ഒരുങ്ങുകയാണ്. അവിടെയും ചോദ്യചിഹ്നമായി വരുന്നത് ഇത് എത്രത്തോളം പ്രാവർത്തികമാകും ഈ ഉത്തരവ് എന്നുള്ളതാണ്. കാരണം സംസ്ഥാന വ്യാപകമായി പ്രായോഗികമാകും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരം പല തീരുമാനങ്ങളും പുറത്തു വരുന്നുണ്ട്, പക്ഷേ അത് എത്രമാത്രം നടപ്പാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. കാവൽ കരുതൽ എന്നുള്ള പേരിൽ എല്ലാ വെള്ളിയാഴ്ചയും പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ സ്വന്തം പ്രശ്നങ്ങൾ അവരുടെ SHOയ്ക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് കൊടുക്കുന്നത്. പോലീസിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഒരു തീരുമാനമാണ്. തീരുമാനം നല്ലതാണ്, പക്ഷേ ഇത് എത്രമാത്രം നടപ്പാകും എന്നുള്ളതാണ് കണ്ട് അറിയേണ്ടത്. ആദ്യത്തെ വെള്ളിയാഴ്ചകളിലൊക്കെ യോഗം ചേരുമെങ്കിലും തുടർ ആഴ്ചകളിൽ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത് പിന്നീടാണ് കണ്ടറിയേണ്ടത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്തു നിന്നും ശാലിനി.